Hi friends, welcome back to my channel English Easy Speak Easy. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൺജക്ഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. പാർട്ട് ഓഫ് സ്പീച്ചിൻ്റെ ടൈപ്സിലൊന്നാണ് കൺജക്ഷൻ. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കൺജക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് വേർഡ്സ്, ആ വേർഡ്സ് വെച്ചിട്ട് എങ്ങനെയാണ് കറക്റ്റ് സെൻറ്റൻസ് മേക്ക് ചെയ്യുക എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒന്നിലധികം വാക്യങ്ങളെയോ പദങ്ങളെയോ തമ്മിൽ കൂട്ടിച്ചുന്ന പദങ്ങൾക്കാണ് ഇംഗ്ലീഷിൽ കൺജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള ആ വേർഡ്സ് ആൻഡ്, because, so, but, or, for. First word and. Rama came here and I gave him a book. രാമൻ ഇവിടെ വരികയും ഞാൻ അവനൊരു പുസ്തകം കൊടുക്കുകയും ചെയ്തു. ഇവിടെ ആൻഡ് എന്ന വേർഡ്സ് യൂസ് ചെയ്തിട്ട് ആ സെൻറ്റൻസിനെ കണക്ട് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. നെക്സ്റ്റ് വേർഡ് ബിക്കോസ്. ഐ ഡിഡ് നോട്ട് റൈറ്റ് ദാറ്റ് ലെറ്റർ ബിക്കോസ് ഐ ഹാഡ് നോ പെൻ. ഞാൻ എഴുതിയിരുന്നില്ല എന്തെന്നാൽ എനിക്ക് പേനയില്ലായിരുന്നു. ഇവിടെ അതുപോലെ തന്നെ ബിക്കോസ് എന്ന വേർഡ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു വേർഡ്സിനെ കണക്ട് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഐ ഡിഡ് നോട്ട് റൈറ്റ് ദ ലെറ്റർ അത്രയും പറഞ്ഞിട്ട് അവിടെ ആ ഒരു സെൻറ്റൻസ് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ഐ ഹാഡ് നോ പെൻ എന്ന ആ സെൻറ്റൻസിനെ കണക്ട് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ബിക്കോസ് യൂസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. സോ ദ പെൻ വാസ് ഗുഡ് സോ ഐ ടുക്ക് ഇറ്റ്. പേന നല്ലതായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ അതുകൊണ്ട് ദെൻ സോ യൂസ് ചെയ്തിട്ട് ആ സെൻറ്റൻസിനെ കണക്ട് ചെയ്യാണ്. ദ പെൻ വാസ് ഗുഡ്. പേന നല്ലതായിരുന്നു. ഐ ടുക്ക് ഇറ്റ്. ഞാൻ അതെടുത്തു. അതുകൊണ്ട് എന്ന, അതായത് സോ യൂസ് ചെയ്ത് ആ സോ എന്ന വേർഡ്സ് യൂസ് ചെയ്തിട്ട് ആ സെൻറ്റൻസിനെ കണക്ട് ചെയ്ത് എഴുതിയിരിക്കുന്നു. നെക്സ്റ്റ് ബട്ട്. ഐ ഹാഡ് എ ബുക്ക് ബട്ട് ഐ ഡിഡ് നോട്ട് റീഡ് ഇറ്റ്. എനിക്കൊരു പുസ്തകമുണ്ടായിരുന്നു. ഐ ഹാഡ് എ ബുക്ക്, എന്നാൽ ഞാനത് വായിച്ചില്ല. ഐ ഡിഡ് നോട്ട് റീഡ് ഇറ്റ്. അവിടെ ബട്ട് എന്ന വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ എനിക്കൊരു പുസ്തകമുണ്ടായിരുന്നു എന്നാൽ ഞാനത് വായിച്ചില്ല. സോ അവിടെ ബട്ട് യൂസ് ചെയ്തിട്ട് ആ വേർഡ്സിനെ കണക്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ഓർ. ഷീ ഡ്രിങ്ക്സ് വാട്ടർ ഓർ ഷീ വിൽ ഡൈ. അവൾ വെള്ളം കുടിക്കുന്നു. ഷീ ഡ്രിങ്ക്സ് വാട്ടർ, അവൾ മരിക്കും. ഓർ ഷീ വിൽ ഡൈ, അല്ലെങ്കിൽ എന്ന ആ ഒരു വേർഡ്സ് ഓർ യൂസ് ചെയ്തിട്ട് അവൾ വെള്ളം കുടിക്കുന്നു അവൾ മരിക്കുമെന്ന ആ ഒരു വേർഡ്സ് കണക്ട് ചെയ്ത് എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റും ഫോർ. ഐ ഡു നോട്ട് ഗോ ടു സ്കൂൾ ഫോർ ഐ ഹാവ് നോ പെൻ. ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്തെന്നാൽ എനിക്കൊരു പേന ഇല്ല. ഞാൻ സ്കൂളിൽ പോകുന്നില്ല. ഐ ഡു നോട്ട് ഗോ ടു സ്കൂൾ. ഐ ഹാവ് നോ പെൻ. എനിക്കൊരു പേനയില്ല. അവിടെ ഫോർ എന്ന് പറഞ്ഞ വേർഡ്സ് യൂസ് ചെയ്തിട്ട് എന്തെന്നാൽ എന്നൊരു പറഞ്ഞ ആ വേർഡ്സിനെ കണക്ട് ചെയ്ത് എഴുതിയിരിക്കുന്നു. അപ്പം ഇത്തരത്തിൽ ഒന്നിലധികം വാക്യങ്ങളെയോ പദങ്ങളെയോ തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന പദങ്ങൾക്കാണ് ഇംഗ്ലീഷിൽ കൺജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൺജക്ഷൻ എന്താണ്, അതുപോലെ തന്നെ കൺജക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള വേർഡ്സ്, ആ വേർഡ്സ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് സെൻറ്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുന്നത് മാത്രമേ ഈ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടത്തുള്ളൂ. താങ്ക് യു.